ഹലോ സജി ഷോപ്പല്ലേ? ആദ്യത്തെ കോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊതുവെ ലവ് സ്റ്റോറിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിടിക്കുക. ഇത് ഫസ്റ്റ് കോള് അല്ല അങ്ങനല്ല, വെറുതെ നമ്പർ കണ്ടപ്പോ കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല, പഠിക്കണം അതിനോടൊന്നും താല്പര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളിലുണ്ടല്ലോ, ലാസ്റ്റ് കൊടുക്കുന്ന മെസ്സേജ് കംപ്ലീറ്റ് എല്ലാ ഗേൾസിനും നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ കുഴപ്പമില്ല, പഠിക്കണം. ഇപ്പൊ വന്നിട്ട് റീൽ കൊണ്ട് എനിക്ക് അത് ഓരോരുത്തരും ഇഷ്ടല്ലേ, പഠിക്കണം അങ്ങനെ വലിയ താല്പര്യം. നീ എന്താണ് ഇവളുടെ വീടിനടുത്ത് തന്നെ ഞാൻ വന്നിട്ട് വാങ്ങി. അന്ന് വാങ്ങണം എന്ന് പറയുമ്പോ നമുക്ക് സന്തോഷമില്ല. ആഹാ എപ്പോഴും കാണാലോ, നിക്ക് തൊട്ടപ്പുറത്ത് ജനല് പറഞ്ഞ നിക്ക്. എനിക്ക് ഉറക്കൂല, അങ്ങനെ പരിപാടി രാത്രി ഇല്ല ജനല് പറഞ്ഞ. നമ്മുടെ ലവ് മാറ്റർ അറിയുന്ന ഇല്ല, ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കഴിപ്പിക്കൂല അല്ലെ. ഗൾഫിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് അച്ഛനോടും അമ്മനോടും അവസാന ഡയലോഗ്, ഞാൻ അവളോട് പിരിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു അച്ഛനോടും അമ്മനോട്. ഒറ്റ മോൻ സജീഷ് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നൈസിലങ്ങോട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് ആരും ഈ ഡയലോഗ് ഒന്നും പരീക്ഷിക്കണ്ട, ഇതെല്ലാം പഴയതാണ്, പുതിയ അച്ഛനമ്മമാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ചിലപ്പോ ഒരു രാവിലെ ദേഷ്യപ്പെട്ട വൈകുന്നേരം ആകുമ്പോൾ തീരും. ആരെങ്കിലും ഒരാൾ വന്ന് മിണ്ടും, മിക്കതും ഞാനാന്ന് മിണ്ടല്ലോ. നീ എന്താ നീ ഇങ്ങനെ പറയുന്നത്? അന്ന് നീ അത് പറഞ്ഞതിന് ശേഷം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഞാനിപ്പോ എത്ര പ്രാവശ്യം മിണ്ടി. വേറെ ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ ലൈഫിൽ ഞാൻ ഇവളോട് എൻ്റെ ലൈഫിൽ അവരോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടേക്കണത്. ഹലോ, സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡ് മിക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരായിട്ടുള്ള ഒരു യൂട്യൂബർ കപ്പിളിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം സജീഷ് ചേട്ടൻ ആൻഡ് നിജന ചേച്ചി. ഹലോ, എന്തുണ്ട് നിജന ചേച്ചി, സജീഷ് ചേട്ടാ വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഒരു ഓണം ഹാങ് ഓവർ അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെന്തായാലും ഓണം കഴിഞ്ഞ 10 ദിവസം വീണ്ടും ഓണം ഉണ്ടെന്നല്ലേ പറയുന്നത്. 10 ദിവസം ആയിട്ടില്ലല്ലോ നമ്മളല്ലേ, അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അപ്പൊ ഈ യൂട്യൂബേഴ്സിനെ ഷോയില് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്റെ ഓഡിയൻസിനുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോണ്ടന്റ്സ് ആണല്ലോ അധികം ഇങ്ങനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ എസ്പെഷ്യലി ഫിക്ഷൻ സ്റ്റോറീസാ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വെയർ അബൌട്ട്സ് എന്താണ്, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്, ഈ സജീഷിന് ഇതല്ലാതെ വേറെ ജോലിയുണ്ടോ, നികിനെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഹൗസ് വൈഫ് ആണോ, ഇതൊക്കെയാണ് എന്റെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് താല്പര്യം. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും അത് അവരുടെ അടുത്ത് ചോദിക്കാം. പറയൂ, നിങ്ങളെ പറ്റിയിട്ട് പറയൂ. നാട് എവിടെയാണ്? കണ്ണൂരുകാരാണ് ചേട്ടനും ചേച്ചിയും? കണ്ണൂരാണ്. കണ്ണൂർ തന്നെ. എനിക്ക് മുമ്പ് ഞാൻ എറണാകുളം ആയിരുന്നു, എറണാകുളം പറവൂരായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥിരതാമസം ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് സ്ഥിരതാമസം കണ്ണൂരായി. ഓക്കെ, ലൈക് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളിപ്പോ? എനിക്കൊരു IT ഷോപ്പ് ഉണ്ട്, ഒരു സ്ഥാപനമുണ്ട് 4G കമ്പ്യൂട്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാട്ടിൽ തന്നെയാണ്. അപ്പൊ അവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വീഡിയോസ്. അപ്പൊ ഇത് ചേട്ടന്റെ സ്വന്തം സ്ഥാപനമാണ്? സ്വന്തം സ്ഥാപനമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെയൊക്കെ പുറകിൽ ഒരു കഥ ഉണ്ടോ, ആ കഥ നമ്മൾ ആദ്യം തന്നെ ചോദിച്ചേക്കണം. ഇനി ചേച്ചി പറയൂ, ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. അപ്പം ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണം എന്നല്ലേ? കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കുട്ടി ഉണ്ടായപ്പോ നിർത്തിയത്, അങ്ങനെ എന്തെങ്കിലും? കല്യാണത്തിന് മുമ്പ് വലിയ കാര്യമായിട്ട് ഒരു മറ്റേ വലിയ കോമ്പസ് ഇതെല്ലാം പിടിച്ച് സിവിലിനെല്ലാം പോയിന്. അതെല്ലാം പകുതിക്കിട്ട് ആ സമയത്ത് നമ്മുടെ സ്നേഹം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്ന സമയം. കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല, പഠിക്കണം അതിനോടൊന്നും താല്പര്യമില്ല. അല്ല, ഇവള് ഈ മിക്കതും നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളിലുണ്ടല്ലോ, സ്കിറ്റുകളിൽ ഇവള് എന്താണെന്നറിയാമോ, പഠിക്കണം. അതായത് ഭൂരിഭാഗം ഞാൻ ഇതായിട്ട് ഞാൻ ഭയങ്കര ഒരു പ്രത്യേക ഭർത്താവും പഠിച്ച് ജോലി നേടുന്ന ഒരു ഭാര്യയായിട്ടാണ് എല്ലാത്തിലും അഭിനയിക്കുക. ലാസ്റ്റ് കൊടുക്കുന്ന മെസ്സേജ് കംപ്ലീറ്റ് എല്ലാ ഗേൾസിനും നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ കുഴപ്പമില്ല, പഠിക്കണം. ഇപ്പൊ വന്നിട്ട് ഇഷ്ടല്ലേ, എനിക്ക് അങ്ങനെ പഠിക്കണം അങ്ങനെ വലിയ താല്പര്യം. നീ എന്താണ്? അല്ല, എനിക്ക് എന്റെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് ഇപ്പൊ കല്യാണത്തിന് മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പ് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. എങ്ങനെയെങ്കിലും കല്യാണം എനിക്ക് തോന്നാറുണ്ട് ചേച്ചി, എങ്ങനെയൊന്നും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നത്? കല്യാണം കഴിഞ്ഞപ്പോ ചില നേരം തോന്നും കല്യാണം കഴിക്കണ്ടായിരുന്നു. അല്ല, ഞാൻ ശരിക്കും നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ കല്യാണം കഴിക്കാത്ത നിങ്ങളുടെ ഒരു ചെറിയൊരു അനുജത്തി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കാണ്. നമ്മളിപ്പോ ഓഫ് ദ ടോപ്പിക് പോവാണ്, എന്നാലും കല്യാണം കഴിക്കുന്നത് ശരിക്കും നല്ലതാണോ? സൂപ്പറാണ്, എന്തായാലും ഞങ്ങള് സൂപ്പറാന്ന് പറയുള്ളൂ. ഞാൻ പറയും, നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ
വെച്ചാൽ നമ്മളെ ഇതുപോലെ ഒരു ലൈഫ് വേറെ ഇല്ല. ഉണ്ടാവില്ല. ചേട്ടൻ അല്ല, എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയാന്ന് നല്ല എല്ലാവർക്കും. എന്നെ കൂടുതൽ അടുപ്പുള്ളവർക്ക് അറിയും. പണ്ട് ഞാൻ ആരോടും അധികം സംസാരിക്കില്ല, ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരാളായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആക്റ്റീവ് ആയത്. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പുള്ള നിഖിന ചേച്ചി, കല്യാണത്തിന് ശേഷമുള്ള നിഖിന ചേച്ചി, ഇതിലെ ഒരു വ്യത്യാസം എനിക്കൊന്ന് പറഞ്ഞു. ഒരു 3 വ്യത്യാസം പറഞ്ഞു. അപ്പൊ ഒരെണ്ണം ഓൾറെഡി പറഞ്ഞിട്ടാ, അധികം സംസാരിക്കില്ല. പിന്നെ എല്ലാത്തിനും പേടിയായിരുന്നു. ഇങ്ങനെ ആൾക്കൂട്ടത്തിലെല്ലാം സംസാരിക്കാനും ഇതാക്കാനെല്ലാം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടി ഉണ്ടെങ്കിലും ഓപ്പ പറയും നീ ചെയ്ന്ന് പറയുമ്പോ പിന്നെ ആ ഒരു ധൈര്യം കിട്ടും. ആര് പറയുമ്പോ വിളിക്കുന്നേ. അതിപ്പോ മിക്കവാറും മറ്റേ മീനാക്ഷിനെ എല്ലാരും പറയും കേട്ടോ, മീനാക്ഷി ഇത് അറിയാണ്ടാണോ അവരോട് ചോദിച്ചെന്ന് ചോദിക്കും എല്ലാവരും. ഉറപ്പാണ് നിഖി എന്നെ ഓപ്പാന്ന് വിളിക്കണ കാര്യം നമ്മുടെ കേരളത്തിലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ ഓപ്പാന്ന് തന്നെ വിളിക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഞെട്ടാനായിട്ട് വേറൊരു കാര്യം കൂടെ. എന്റെ യങ്ങർ സിബ്ലിങ്സ്, കസിൻസ് എല്ലാരും എന്നെ വിളിക്കുന്നത് ഓപ്പാന്നാണ്. പെൺകുട്ടിനെ ഓപ്പാന്ന് വിളിക്കണത് ഞാൻ ആദ്യമായിട്ട്. അത് ഓപ്പോള് ഞങ്ങള് ഷോർട്ടാക്കിയിട്ട് ഓപ്പാന്നാക്കിയതാ. അത് നമ്മുടെ അധികം പേരും ചോദിക്കുന്നതാ, ഈ ഓപ്പോളാണോ ഓപ്പ ആയതെന്ന് ചോദിക്കുന്നോട്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഓപ്പാന്ന് വെച്ചാൽ ചേട്ടൻ എന്നാണ് ശരിക്കും. എന്നെ എല്ലാരും ചേട്ടാ ചേട്ടാ. അതെന്തായാലും പുതിയൊരാളെ കൂടി കിട്ടുക നമുക്ക്. അല്ലെങ്കിൽ നമ്മളെ ഉള്ളു ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ എനിക്കതൊരു അത്ഭുതമാണ്. അപ്പം സിബ്ലിങ്സിനെ അല്ലേ വിളിക്കുക, ഹസ്ബൻഡിനെ അങ്ങനെ ഓപ്പാ വിളിക്കാൻ? കല്യാണത്തിന് മുമ്പേ ഞങ്ങക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കസിൻസിനെ എല്ലാം ഓപ്പാന്നാന്ന് വിളിക്കല്. എന്റെ ഉടലെടുത്തിരുന്നു. എന്റെ കസിൻസിനെല്ലാം ഞാൻ അങ്ങനെയാ വിളിക്കല്. അപ്പം ഓപ്പനെ കണ്ടപ്പോഴും ഫസ്റ്റ് സജീഷ് ഓപ്പേന്ന് അങ്ങനെ വിളിച്ച്, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ മാറ്റണ്ടെന്ന് പറഞ്ഞ്, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഓപ്പ സജീഷ് എന്നുള്ളത് കേട്ടാക്കി ഓപ്പയായി. ദേഷ്യം വരുമ്പോ 2 പ്രാവശ്യം ഓപ്പയെ വിളിക്കും ദേഷ്യത്തില്. കേട്ടില്ലെങ്കിൽ 3ാമത്തെ പ്രാവശ്യം അപ്പൊ കേട്ടില്ലെങ്കിൽ നടക്കില്ല. നമ്മള് മറ്റേ ഷോ ഉണ്ടായിരുന്നപ്പോഴേ അവിടെ ഇവളിങ്ങനെ ഓപ്പയെന്ന് വിളിച്ച് അവിടെ ഉള്ള എല്ലാവരും എല്ലാവരും പൂർണ്ണമാമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവരും മീന മാമൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ നികിടെ ഓപ്പാന്ന് വിളിക്കല്. എന്റെ പേര് എനിക്ക് നഷ്ടപ്പെട്ടു, എവിടെയോ മൺമറഞ്ഞു പോയി. വിഖ്യാതമായ ഒരു പേര് സജീഷ് എന്നുള്ള വിഖ്യാതമായ പേര് മൺമറഞ്ഞ് ഇപ്പൊ ഓപ്പയായി. അപ്പൊ എന്തായാലും കൂട്ടായി ടീം ഓപ്പ. ഓക്കെ, അപ്പം ഇവരുടെ കഥ പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ നമ്മളൊരു ലവ് സ്റ്റോറി മണക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ചാനലില്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മോളിവുഡ് മിക്സിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് ചോദിക്കുന്നത്. അപ്പം എനിക്കത് കേൾക്കണം. എന്തായാലും ഞാനത് മൊത്തം അങ്ങനെ കേട്ടിട്ടില്ല. സോ എനിക്കതൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും. I'm sure you guys will also have it. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചേട്ടന് താല്പര്യമില്ലാണ് പറയുന്നത്. അയ്യോ, നല്ല താല്പര്യം ഉണ്ട്. അത് പറഞ്ഞാൽ പിന്നെ സമയം മതിയാവില്ല. അതാണ് അല്ല എനിക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എന്തായാലും ചെറിയൊരു ഷോർട്ടായിട്ടാണ് വേഗം പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു എറണാകുളംകാരനായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ, പറവൂര്. അപ്പൊ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു 10th കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണൂർക്ക് ചെല്ലുന്നത്. ശരിക്കും ഞാൻ അതാ പറയല്ലേ, ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി കണ്ണൂർ വന്ന പോലെയാണ് ഞാൻ വന്നത്. ശരിക്കും പോയതപ്പോ അത് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടായി, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ തൊഴിൽ, അച്ഛൻ്റെ ജോലി മെയിനായിട്ട് കണ്ണൂർക്കായി, മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ മീൻ കൂടുതൽ കിട്ടും എന്നുള്ളതായി കണ്ണൂര്. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. സ്വാഭാവികം നമ്മളെല്ലാവരും അങ്ങോട്ടായി. അപ്പൊ ശരിക്കും ഒരു അമ്പലത്തില് ഞാൻ ഫസ്റ്റ് ചെന്നപ്പോ എനിക്ക് ഫസ്റ്റ് കാണുന്നു നമ്മള് അമ്പലത്തിൽ. അതാണ് നമ്മുടെ ഷോയിൽ തന്നെ നല്ല നമുക്കല്ലേ ഭയങ്കരമായിട്ട് കിട്ടിയൊരു സംഭവമായിരുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ശരിക്കും ഞാൻ ഇവിടെ കണ്ട്. അപ്പൊ എല്ലാരും കാണാൻ ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ല. മുടി എന്താണ് ഇഷ്ടപ്പെട്ടത്? മുടി. എന്നിട്ട് ഡ്രസ് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഡ്രസ് പിന്നെ മറക്കും. അത് ഒരു പട്ടുപാവാട, ഒരു റോസ് കളറിലെ പട്ടുപാവാടയും ബ്ലൗസും ആണ്, കള്ളി ചെക്കായിട്ട്. അപ്പൊ നല്ല മുടി ഉണ്ടെന്ന്. ഇപ്പോഴും മുടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ആ മുടിയാണ് എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായി. ഫ്രണ്ടിലേക്ക് ഇടുക മുടി. ഇപ്പൊ 2 പ്രസവം കഴിഞ്ഞപ്പോ അതങ്ങോട്ട് പോയി എന്നല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നോർമൽ സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു ഫോട്ടോഗ്രാഫി. പക്ഷെ വേറെ സംഭവം ചേച്ചി കണ്ടിരുന്നു ചേട്ടനെ? ഞാൻ മുന്നേ കാണലുണ്ട്. അതെന്തോ അങ്ങനെയല്ല ചോദ്യം കണ്ടിരുന്ന ചേച്ചി കണ്ടിരുന്നില്ലേ ചേട്ടനാ? എന്നിട്ട് തന്നെയല്ലേ കണ്ടിട്ട് തന്നെയല്ലേ ഇഷ്ടപ്പെട്ടു? അല്ല, അന്ന് തന്നെ വന്ന് മിണ്ടിയോ?
അല്ല ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഫസ്റ്റ് കണ്ടെങ്കിലും പിന്നെ ഞാൻ മുന്നേ കണ്ടിരുന്ന് ഞങ്ങളെ വീടിന്റെ അടുത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷെ ഞാനായിട്ട് മീൻസ് എന്റെ കണ്ണിൽ ഉടക്കിയിട്ടില്ല, എന്റെ കണ്ണിൽ നിന്ന് ഉടക്കിയത് ആ സമയത്ത് അമ്പലത്തിൽ. അപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന്റെ കൂടെ എല്ലാം കളിക്കാനെല്ലാം വരുത്തുണ്ടായി, ഫുട്ബോൾ കളിക്കാനെല്ലാം. അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പം ഓട്ടോഗ്രാഫ് കൊടുത്ത് ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി. ഇഷ്ടമുണ്ടായിരുന്നു എന്നോട് പണ്ട് അന്നേരം ഒരു ലുക്ക് പെട്ടെന്ന് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. എന്ത് ചെയ്യാൻ അല്ല അപ്പൊ പണ്ട് ഞാൻ ഗ്ലാമർ ആയിരുന്നു അറിയില്ലേ, ഇത് ഞാൻ ശരിയാല്ല, പണ്ട് ഞാൻ ശരിക്കുള്ള ഞാനല്ല. അപ്പൊ ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് അന്നേരം ഞാൻ 10th അപ്പൊ എല്ലാവർക്കും ഓട്ടോഗ്രാഫ് കൊടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കൊടുക്കാം, ഓട്ടോഗ്രാഫ് കൊടുക്കാം, നമ്മളെന്താന്ന് അറിയാല, സിസ്റ്റർ ആണോ ഫ്രണ്ട് ആണോ. ഓട്ടോഗ്രാഫ് ബുക്ക് നിങ്ങളെ ഷോയില് കാണിക്കണേ. ഓക്കെ, സിസ്റ്റർ ആണോ ഫ്രണ്ട് ആണോ എന്താന്ന് നമ്മളെ സംബോധന നമുക്കറിയാലോ. അല്ല എന്നെ എപ്പോഴും നോക്കുന്നതാണ്. ഇടയ്ക്കല്ല ഇങ്ങനെ ഞങ്ങളവിടെ വെള്ളത്തിന് ക്ഷാമാണ്. അപ്പൊ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുമ്പോഴെല്ലാം റോട്ടുമേലെ കൂടി പോകുന്നുണ്ടെങ്കിൽ നടന്നു പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കും. അപ്പൊ എനിക്കറിയണം എന്തായിരുന്നു എന്നറിയണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഓട്ടോഗ്രാഫ് കൊടുത്താൽ അറിയാലോ, വെറുതെ നമ്മള് ഇതാക്കണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് എഴുതാൻ വേണ്ടി കൊടുത്ത്. അപ്പൊ അതിലെഴുതിയ വരികളെല്ലാം കിട്ടി. ഓട്ടോഗ്രാഫ് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് വായിക്കാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായി, എന്താന്നറിയാൻ വേണ്ടി. അതിലെഴുതിയതല്ലേ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോലെ. അങ്ങനെയല്ല എഴുതിയെന്ന് ഇവളുടെ എന്താണെന്ന് എനിക്കും അറിയില്ല. എനിക്ക് ഇതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇവളുടെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം എന്നാ അത് അറിയിക്കുകയും വേണം, തൊട്ട് തെറ്റിദ്ധരിക്കാൻ പാടൂല. അതായത് ഇവിടെ തെറ്റിദ്ധരിച്ച് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എസ്കേപ്പ് ആവുകയും വേണം. ആ രീതിയിലുള്ള എഴുത്ത് എഴുതി കൊടുത്തേ കംപ്ലീറ്റ്. ഈ ലോകത്ത് നീ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാനും നീ എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മൾ ഇനിയും കണ്ടുമുട്ടെന്നൊക്കെ പറഞ്ഞേ അങ്ങനെ എഴുതി കൊടുത്തു. നമ്പർ നൈസിൽ എഴുതി കൊടുത്തു, മൊബൈൽ നമ്പർ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു കോള് വരുന്നു. അത് എങ്ങനെ എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിരന്നിരിക്കുകയാണ് വീടിന്റെ മുറ്റത്ത്. അപ്പൊ എന്താ ഒരു സ്ഥലം കൊടുക്കാനുണ്ട് വീട്. നമ്മളിപ്പോ ആ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ വീടിന്റെ അടുത്ത് ഞങ്ങൾ വന്ന് എടുത്തത്. അങ്ങനെ പറഞ്ഞ വലിയ കഥയാണ്. അപ്പൊ ആ സ്ഥലം കൊടുക്കുന്ന ഒരാൾ വിളിക്കാനുണ്ട്, ബ്രോക്കർ. അയാളുടെ വിളിയും കാത്ത് ഒരു ഫോൺ, അന്നറിയാലോ അന്ന് ഫോണിന്റെ വിലയെന്ന് വെച്ചാൽ ഭയങ്കരമാണെന്ന്. ആ ഫോൺ ഇങ്ങനെ 33 നോക്കി എന്നെ മൊബൈലാ, അതും പിടിച്ചിട്ട് ഇരിക്കണം. ആ ഫോണിൽ എല്ലാരും അച്ഛൻ നോക്കുന്നു, അമ്മ നോക്കുന്നു, ഇങ്ങനെ ഇരിക്കണം. ഈ കോള് ഈ മൊബൈല് ബ്രോക്കറെ വിളിക്കുന്ന സ്ഥലത്തിന്റെ, നമുക്ക് അന്നൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് എടുക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ്. കോള് ബെല്ലടിക്കുന്നു, ചുറ്റും നിശബ്ദമാകുന്നില്ല. കാരണം അന്നൊരു മൊബൈലാണ്. ബ്രോക്കർ എടുക്ക് എന്ന് പറയാം എന്നോട്. ഇവിടെ ആദ്യമായിട്ട് വിളിക്കണാണ് കേൾക്കണത്. ഞാൻ എനിക്കും അറിയില്ല, അന്ന് നമ്പർ സേവ് ആണല്ലോ. ഇവിടെ മറ്റേ കോയിൻ ബോക്സ് ഇട്ടിട്ട് വിളിക്കുന്നതാണ്. ഞാൻ ഫോൺ എടുത്ത് ഹലോ, ഈ 31 വേറെ പ്രശ്നം, നല്ല ശബ്ദമാണ് ശരിക്കും. അന്നത്തെ ഫോൺ നമ്മൾ 31 മറ്റേ ടോർച്ച് ഏതോ സെറ്റാണ്, പുറത്ത് കേൾക്കാം. നമ്മളിങ്ങനെ സംസാരിച്ചാലും പുറത്ത് കേൾക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫോൺ പോലെ ഒന്നല്ല. എല്ലാരും ഇട്ടോന്ന്, ഹലോ സജി ഷോപ്പ് അല്ലേ. ആദ്യത്തെ കോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാ. പൊതുവെ ലവ് സ്റ്റോറിക്കൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിടിക്കുക. ഇത് ഫസ്റ്റ് കോള്. ഇവള് അപ്പൊ തന്നെ എന്റെ പെങ്ങളില്ലേ അവിടെ നിന്നിട്ട് ഓടയാണ് വേഗം. അവൾക്ക് മനസ്സിലായി, അവൾക്ക് ഈ സംഭവം അറിയാം. അവളപ്പൊ തന്നെ ഉണ്ടല്ലോ വേഗം ഓടി. ഇവളുടെ ശബ്ദം മനസ്സിലായി, അവൾക്ക് മനസ്സിലായി കെണിഞ്ഞി. അവളും പെടുവല്ല. അച്ഛനമ്മനൊക്കെ പേടിച്ചിരിക്കണ സമയമല്ലേ. ഞാനൊന്നും എടുത്ത് പഠിക്കുന്നു, IT അല്ലേ, ഇത് പഠിക്കുന്നു, IT പഠിക്കുന്നു. അപ്പൊ ബ്രോക്കറെ എടുക്ക്, സംസാരിക്കും. വേറെ എവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോവാ, ഇതെവിടേക്ക് കൊണ്ടുപോവാൻ. ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തെന്ന് ഇപ്പോഴും എന്റെ നെഞ്ചിടിപ്പ്. അത് പറയുമ്പോ ഞാനത് മാനേജ് അതുകൊണ്ട് പോയി. എന്ത് മനസ്സിലായ പോലെ വിളിച്ചു വെച്ചപ്പോ ഞാൻ വിചാരിച്ചു വെറുതെ വിളിക്കണ്ടായിരുന്നു, വെറുതെ നമ്പറെല്ലാം തന്നിട്ട് വിളിച്ചപ്പോഴേക്ക് ഇവക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ അടുത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഞാൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ വിളിക്കണ്ട, ചമ്മി നാറിപ്പോയി ഞാൻ. അപ്പൊ ചേച്ചി എസ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല അങ്ങനല്ല, വെറുതെ നമ്പർ അപ്പൊ പിന്നീട് അങ്ങോട്ട് റൂട്ട് ക്ലിയർ ആയിരുന്നു കല്യാണത്തിലേക്ക്. പിന്നെ കൊറേ പ്രശ്നങ്ങളല്ല, എല്ലാത്തിലും ഉണ്ടാവുന്ന പോലെ കൊറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നോർമലി. അത് ഒരു വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. നമ്മളാണെങ്കിൽ കഷ്ടകാലത്ത് നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് എന്താ ഇന്ത്യക്ക് എപ്പോഴും കാണാൻ തോന്നും, അങ്ങനെയല്ലേ ഉണ്ടാവുക. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കല്യാണം വരുമ്പോൾ നമുക്കത് പ്രശ്നമായി തോന്നും. കാരണം നമുക്ക് പ്രേമിക്കും. ഞാൻ ഇവളുടെ വീടിന് അടുത്ത് തന്നെയാണ് സ്ഥലം വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ ബ്രോക്കറിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് വന്ന് ഇവളുടെ വീടിന് അടുത്ത് തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങി. വളരെ ആദർശം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 സെന്റ് സ്ഥലം പപ്പാതിയാക്കിയാണ് ഉണ്ടാവും, 5 സെന്റ് 5 സെന്റ്. അതുപോലെ ഇവളുടെ വീടിന് അടുത്ത് തന്നെ ഞാൻ വന്നിട്ട് വാങ്ങി. അപ്പൊ അന്ന് വാങ്ങുമ്പോ ഇല്ലേ, ഞാൻ അച്ഛൻ വാങ്ങുന്നു. അന്ന് വാങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമില്ല. ആഹാ
എപ്പോഴും കാണാലോ. നിക്ക് തൊട്ടപ്പുറത്ത് ജനല് പറഞ്ഞ നിക്ക് എനിക്ക് ഉറക്കൂല. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ ജനലൊക്കെ അങ്ങനെ അവിടെ പരിപാടി രാത്രി. ഇല്ല ജനല് പറഞ്ഞ് നോക്കലാന്ന് പറഞ്ഞ ജനല് നീ എന്താ ജനല് കടി. അയ്യോ ചേച്ചി എനിക്ക് നാട്ടിൽ പോകേണ്ടതാണ്. ജനല് തുറന്ന് നോക്കിയാ കാണുന്ന വീടാ. നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞതാ. എടി ജനല് തുറന്ന് നോക്കിയെന്ന് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് ഇപ്പോഴും അല്ലെ. അതായത് ജനല് തുറന്നാല് ഇവളുടെ അപ്പുറം ജനല് തുറന്നാല് നമുക്ക് രണ്ട് റൂം തുറന്നാൽ അപ്പുറം ഇപ്പുറം കാണാം. അപ്പൊ ഇങ്ങനെ സന്തോഷത്തിലിരിക്കല്ലേ നമ്മള്. പക്ഷെ അത് തന്നെ നമുക്ക് ഏറ്റവും വിനയായി മാറി. അതെന്താ? രണ്ട് വീടുകൾ അടുത്തെടുത്താകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? വീട്ടുകാർ തമ്മിൽ ചിലപ്പോൾ തല്ലുപിടിക്കൂലേ? എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് അയൽക്കാർ തമ്മിൽ തല്ലുപിടിക്കാറില്ല. അയൽവാസികൾ തമ്മിൽ. അതുപോലെ അയൽവാസികൾ തമ്മിൽ എന്റെ വീട്ടുകാരും ഇവളുടെ വീട്ടുകാരും തമ്മിൽ കൂട്ടത്തല്ലായി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് പ്രശ്നമല്ലേ? ഇവര് തല്ലുപിടിക്കുമ്പോ ഞങ്ങളുടെ നെഞ്ചിടിക്കണ്. പറയാൻ പറ്റും ഇത്. ഞാനാണെങ്കിൽ അതിനിടെ ഗൾഫിലും പോയി. ഇവിടെ ഭൂലോക തല്ലുടുത്തം പ്രശ്നം അങ്ങനെ നമ്മുടെ ലവ് മാറ്റർ അറിയുന്നു ഇല്ല, ഈ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കഴിപ്പിക്കൂല അല്ലെ, അടുത്ത് വേണ്ട, ഇത് നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം സ്വാഭാവികമുള്ള പോലുള്ള പ്രശ്നങ്ങൾ. പിന്നെ സജീഷ് അതും മാനേജ് ചെയ്ത് സൂപ്പർ സ്റ്റാർ ഗൾഫിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് അച്ഛനോടും അമ്മനോടും അവസാന ഡയലോഗ് നമുക്ക് പിരിയാന്നൊക്കെ എനിക്ക് ഇവിടെ പറഞ്ഞിട്ട് അച്ഛനോടും അമ്മനോടും പറഞ്ഞ് ഞാൻ അവളോട് പിരിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു അച്ഛനോടും അമ്മനോട്. ഒറ്റ മോൻ സജീഷ് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നൈസിലങ്ങോട്ട് പറഞ്ഞു അച്ഛ എനിക്കിനി വേറെ പെണ്ണൊന്നും നോക്കണ്ട, 23 വയസ്സായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ സമയം, 25 വയസ്സായ കല്യാണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വയറിൽ തന്നെ കണക്കായിരിക്കും, ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് കട്ട് ചെയ്ത കഴിഞ്ഞല്ല. പിന്നെ അടുത്ത് വിളിക്കാനോ ഗൾഫിൽ പോകുമ്പോൾ ഇന്നത്തെ ഗൾഫിലല്ലോ സൗദിയിലും. അപ്പൊ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നമ്മൾ അകലമാണ്, ഇന്നത്തെ പോലെ അടുത്തൊന്നും അല്ല. സൗദി അറേബ്യ എന്നൊക്കെ പറയുമ്പോൾ അന്ന് കുറച്ച് ദൂരം തന്നെയാണ്. എല്ലാം വരുന്ന സമയമല്ലേ. അപ്പൊ ആരും കോണ്ടാക്ട് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച്. അപ്പൊ ഇവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, പ്രശ്നങ്ങളിലും. പിറ്റേ ദിവസം അമ്മ കരഞ്ഞിട്ട് മോനെ എന്റെ മോൻ പറയുന്ന ആരെയാണെങ്കിലും ഒരു കുഴപ്പമില്ല, നീയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും, അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലേയും കുഴപ്പമില്ല, നമുക്ക് നീയാടാ വലുത് എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയോട് ഫ്ലാറ്റ്. ഇത് കണ്ടിട്ട് ആരും ഈ ഡയലോഗൊന്നും പരീക്ഷിക്കണ്ട, ഇതെല്ലാം പഴയതാണ്. പുതിയ അച്ഛനമ്മമാർക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഇതെല്ലാം പഴയ അടവാ. പുതിയ അപ്ഡേറ്റ് പക്ഷെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പൊളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നെ ദുബായിലേക്കൊന്നും സൗദിയില്ല വിട്ടില്ല. അത് ഭയങ്കര സംഭവമാണ്. ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്ത് അറബി വന്നിട്ട് ഇവള് ഒറ്റ വാശി റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. റിട്ടേൺ ടിക്കറ്റ് 2 പ്രാവശ്യം എടുത്തല്ലേ? 2 പ്രാവശ്യം കഥയാണ് 2 പ്രാവശ്യം എടുത്ത് 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് പോയില്ല. പിന്നെ നാട്ടിലൊക്കെ ഷോപ്പ് ഇട്ട് ഒരു വർഷം ഞങ്ങൾ പുറത്ത് വർക്ക് ചെയ്ത് ഒരു സ്വന്തമായിട്ട് 4G കമ്പ്യൂട്ടർ പറഞ്ഞിട്ട് അപ്പോഴേക്കും മോളായി ഷോപ്പ് ഇട്ട് നല്ല രീതിയിൽ അങ്ങനെ ആ ഷോപ്പ് അങ്ങനെ ക്ലച്ച് പിടിച്ച് മെല്ലെ അങ്ങനെ നമ്മളതിന്റെ പുറകെ എങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് നമ്മള് നമ്മുടെ ചാനലിലേക്കൊക്കെ കടന്നത്. 8 വർഷത്തോളായി ഷോപ്പ് ഇട്ടിട്ട്. ഞാൻ ആക്ച്വലി ചാനലിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ തപ്പിപ്പോയപ്പോ അതിനകത്ത് കിടക്കുന്നത് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ ഇതാണ്. എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ചാനലിന്റെ ഒരു ഫിക്ഷനിലേക്ക് മാറിയത് എന്നുള്ളതാണ് എനിക്ക്. ഡ്രൈവിംഗ് ശരിക്കും ട്യൂട്ടോറിയൽ ചാനലാണ്, ഡ്രൈവിംഗ് ചാനലും ആയിരുന്നില്ല ആദ്യം. അതൊരു ശരിക്കൊരു ഇൻഫോ കാർസ് ആൻഡ് ബൈക്സ് എന്നാണ് ഈ ചാനലിന്റെ ശരിക്കും പേര്. ഇൻഫോ കാർസ് ആൻഡ് ബൈക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറിന്റെ എല്ലാം റിവ്യൂ പറയുന്നതായിരുന്നു. അത് മാത്രമോ ഇവരുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ടോപ്പ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. പിന്നെ സെക്കൻഡ് കിടക്കുന്നത് എങ്ങനെ എളുപ്പം എട്ടെടുക്കാന്നുള്ള വീഡിയോ യൂട്യൂബിലായിരിക്കും നോക്കിയല്ലേ. ഞങ്ങളുടെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് FB ആണ്. FBയിലാണ് ഞങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടുതലും. ഞങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും FBക്ക് വേണ്ടിയിട്ടാണ്. യൂട്യൂബില് പോകുന്നത് മാത്രമേ ഉള്ളൂ. FB ആണ് ഞങ്ങളുടെ മെയിൻ യൂട്യൂബ് ഷോർട്സ് ഷോർട്സും ആ വീഡിയോസ് പോകുന്നു. പക്ഷെ FB ഞാൻ പറഞ്ഞില്ല, FB ആണ് ഞങ്ങൾ FBക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ചാനൽ പിന്നീട് മാറി ഫിക്ഷനിലേക്ക് വന്നത്? അതാണ് എനിക്ക് നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ. ഇവളെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ ഒരു ഡ്രൈവിംഗ് ചാനലൊക്കെ എടുത്ത് ഇങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞിങ്ങനെ ഇട്ടിരിക്കല്ലേ. പെട്ടെന്ന് ഇവക്ക് ഇതൊന്നും സ്കൂട്ടി ഒന്നും ഓടിക്കാൻ, സൈക്കിൾ ഓടിക്കാനൊന്നും പഠിച്ചിട്ടില്ല. ഇവളുടെ വീട്ടിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും അച്ഛനൊന്നും അങ്ങനെ അറിയാത്തതുകൊണ്ട് ഇവളെയും പഠിപ്പിച്ചിട്ടില്ല, കൈ വെപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവക്ക് ഓടിപ്പിക്കാൻ ഞാനപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇവളെ കൊണ്ടൊന്ന് സ്കൂട്ടി പഠിപ്പിച്ചാലോ, സൈക്കിൾ ഓടിക്കാൻ അറിയാണ്ട്. അങ്ങനെ ഇവള് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ശരിക്കും അതാണ് ആ വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക.
3 ദിവസം കൊണ്ട് ഇവിടെ സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത് ആ 3 ദിവസം കൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് എടുത്ത് ഒരു ആക്സിഡന്റ് ലോക്കെല്ലാം വെച്ചിട്ട് ആ വീഡിയോ ആണ് അന്ന് ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയത്ത് 1 മില്യൺ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നിപ്പം മില്യൺ അടിക്കുന്ന അന്ന് ഭയങ്കര യൂട്യൂബിൽ പെട്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കൂടി പോയിട്ട് ഒരു 8 ഒരു ഗ്രൗണ്ടിൽ ഒരു വെയിലത്ത് ഇങ്ങനെ വരച്ച് എന്നിട്ട് ആ 8 എടുപ്പിച്ച് അതില് 8ാമത്തെ പ്രാവശ്യമാണ് ഇവള് 8 എടുത്തത്. ആ വീഡിയോ നല്ലോണം പോയി, ഭയങ്കര വ്യൂസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ഉണ്ടല്ലോ കംപ്ലീറ്റ് ഒരു സ്കൂട്ടി ചാനലായി മാറിയത്. ചേച്ചി എങ്ങനെ കുന്ന് കയറ്റുമ്പോ വണ്ടി എങ്ങനെ ഓടിക്കുക, വണ്ടി ബ്രേക്ക് എങ്ങനെ പിടിക്കുക, ഇതന്നെ ഫുള്ള്. അങ്ങനെ ഒരു സ്കൂട്ടി ക്ലാസ് തരുമോ എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു ചാനൽ പോലെ. പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും അത് മടുത്ത്. ആ ഒരു ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, ആ ഒരു ലൈനല്ല. അങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോ ഒക്കെ വ്യൂ ഉണ്ട്, വേറെ എന്ത് വീഡിയോ ഇട്ടാലും വ്യൂ ഇല്ല. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര മടുപ്പായി. സ്കൂട്ടി ടിപ്സിന്റെ ചാനൽ പോലെ ആയിട്ടൊരു ബോറായി. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ ഒരു ദിവസം വിളിച്ചു, നമ്മളല്ലേ കണ്ണൂര്. അത് ഈ ഡ്രൈവിംഗ് ടിപ്സിന്റെ ചാനലല്ലേ, അപ്പൊ അങ്ങനെയുള്ളവരെ വിളിക്കുമല്ലോ. പുതിയ ഡ്രൈവിംഗ് സ്കൂളൊക്കെ തുടങ്ങി കഴിയുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് വിളിക്കൂലേ, അപ്പൊ അതൊന്ന് വരണം പുതിയൊരു ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് മടുത്ത് സത്യം പറഞ്ഞാല്. കാരണം എന്നിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ മെല്ലെ നമ്മുടെ വ്ളോഗുകളിലേക്ക് അല്ലേ, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഓണക്കളി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ ഡാൻസ്, ആ സാധനത്തിലേക്ക് ഞങ്ങള് വന്ന ഒരു ദിവസം. അത് ഞങ്ങൾ ആ സമയത്ത് ഒരു പാട്ടുണ്ട്, ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളി എന്ന് പറഞ്ഞൊരു നാടൻ പാട്ട്. നല്ല രസം കേൾക്കാൻ. ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടു മല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അത് കുറേ ഉണ്ട്, താങ്ക് യു. അപ്പൊ ഈ പാട്ട് വെച്ചിട്ട് ഞങ്ങള് ഒരു ഇതുപോലെ അച്ഛനമ്മ എന്റെ പെങ്ങള് ഇവളും കൂടി നമ്മളൊരു കൈകൊട്ടിക്കളി കളിച്ച്, ഈ പറഞ്ഞ ഓണക്കളി എന്ന് പറഞ്ഞ സാധനം. അത് ഞാൻ പറഞ്ഞില്ല FBയിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ FBയിൽ തന്നെ ശരിക്കും വരുന്നത്. FBയിൽ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ 1 day 3.1 മില്യൺ ഒറ്റ ദിവസം, ഒരു ദിവസം കൊണ്ട് 3.1 മില്യൺ. ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം, ഞാനത് ഇട്ടിട്ട് CCTVന്റെ വർക്ക് ഉണ്ടായി എനിക്ക് അന്ന് മോർണിംഗ്. ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ വർക്കിനൊക്കെ പോയി നോർമൽ ക്യാമറ വർക്കെല്ലാം ചെയ്ത് എപ്പോഴും എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ ഷെയറും ലൈക്സ്. ആ സമയത്ത് നമുക്കത് കാണുമ്പോഴൊരു അറിയാലോ നമ്മുടെ മനസ്സിന്റെ എന്താന്നുള്ള ഫുള്ള് കോളും. പിന്നെ ആ വീഡിയോ അങ്ങോട്ട് റീച്ചായി. ശരിക്കും പറഞ്ഞാൽ ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ അത് കുറേ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക്. ഒരു ഇത് നടത്തിയത് ഫാമിലി ആയിട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് നമ്മളാണ് കൊണ്ടുവന്നത്. അതിലൂടെ ഇന്നും എല്ലാവരും ചോദിക്കും നമ്മളോട് ഓണമൊക്കെ ആകുമ്പോൾ കൈകൊട്ടിക്കളി ഇല്ലേന്ന്. ആ സാധനം നമ്മൾ വൈറലാക്കി. അങ്ങനെയാണ് ഒരു ഫാമിലി. പിന്നെ ജനങ്ങൾക്ക് ഫാമിലിനെ പറ്റി അറിയാനും താല്പര്യം. അങ്ങനെയാണ് ഒരു ഫാമിലി വ്ളോഗിലേക്കും സ്കിറ്റിലേക്കും കടന്നത്. ഫാമിലി വ്ളോഗ് പിന്നെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ സ്കിറ്റ് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. വ്ളോഗുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ബോറടിപ്പിക്കും. നമുക്ക് ഡെയിലി അതിനുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ കുക്കിംഗ് സ്കിറ്റുകളാവുമ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളിലൂടെ പോവാല്ല, ആ കഥകളിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് അപ്പൊ ഈ സ്കിറ്റിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നത്? നിങ്ങൾ രണ്ടാളും കൂടെ എഴുത്തൊന്നുമില്ല, നമ്മള് എഴുത്തൊന്നുമില്ല. നമ്മള് ജസ്റ്റ് ആ ഒരു ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തൊരു സംഭവം തീം, ആ ഒരു തീം ഉണ്ടല്ലോ. ഇപ്പൊ ഇതാണ് അല്ലെങ്കിൽ അമ്മായിയും മരുമോള് ചട്ടിങ്കലം പൊട്ടിക്കുന്നു എന്നുള്ള തീം ചിലപ്പോ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും കൊറേ നമുക്ക് അതിൽ ഇത് ഇങ്ങനെ കൂട്ടാന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കും. ജസ്റ്റ് ഒരു സംഭവം ആ ഒരു സംഭവം ഒരു വോയിസ് റെക്കോർഡ് ആക്കി വെക്കും. ബാക്കി ചെയ്തു വരുമ്പോ അങ്ങനെ ആയി പോകും. ഡയലോഗ്സോ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രം. അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഐ തിങ്ക് ചേട്ടന്റെ അമ്മ ആൻഡ് ചേച്ചിയുടെ അമ്മ. നിങ്ങൾ അമ്മമാരെയാണ് എനിക്ക് ഭയങ്കര ലൈക്ക് അവർ അഭിനയിക്കുന്നത് എത്ര നാച്ചുറൽ ആയിട്ടാ. അതൊരു എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ വരുന്ന കമന്റ്സ് നമുക്കിപ്പോ അടുത്ത് നമുക്കൊരു ഏകദേശം ഒരു എത്ര മില്യൺ അത് അല്ലേ, അത് നമുക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 കോടിയാ 3 കോടിയാ അങ്ങനെ എന്തോ ആൾക്കാരോളം FBയിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഇവളുടെ അമ്മ എൻ്റെ വീട്ടിലേക്ക് ഒരു എനിക്ക് ഇത് എന്തുമായിട്ടാ വരുന്നത്, എന്റെ അമ്മ ഇറക്കി വിടുന്നത് ഓണക്കോടിയായിട്ടല്ല, ബ്രോഡ്വേ അല്ല, അതേപോലെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് മക്കൾ. അതിപ്പോ ഓണത്തിനുള്ളത്, അതും നല്ല റീച്ചാണ്. അതിന് മുമ്പ് ഒരു സാധനം എന്താണ് അതെ കാണാൻ വേണ്ടി ഒരു ദിവസം നിക്കാൻ വേണ്ടി വരുന്നു. എന്നിട്ട് ആ നിക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ അമ്മ അന്ന് തന്നെ ആ പാവത്തിന്
പറഞ്ഞു പറഞ്ഞു 4 മണിന്റെ അവസാനം വണ്ടി 4 മണിക്ക് ഒരു വണ്ടി ഉണ്ട്, അതിക്ക് ഒരു വേഗം വിട്ടോന്ന് പറഞ്ഞ് വിടുന്നത്. അത് FB-ല് ഞങ്ങളുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എത്ര മില്യൺ ആയിട്ടെന്ന് എനിക്കറിയില്ല, നമ്മള് അത്രത്തോളം പോയിട്ടുണ്ട്. അച്ഛനൊക്കെ വിഷമാവണ ഒരു ഇത് അതിനകത്താണോ? അത് അച്ഛനും ഉണ്ടായില്ലേ, അച്ഛനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അതിന്റെ തന്നെ ഇപ്പൊ ഒരു ഓണക്കോടി പോലത്തെ സാധനം കൂടി ഉണ്ട്. അതും ഒക്കെ അങ്ങനെയുള്ള കണ്ടന്റ് എന്ന് അറിയാമോ, എനിക്ക് തോന്നുന്നു കുറെ റിലേറ്റബിൾ ആണ്. കുറെ നമ്മളെ സാധാരണ ഒട്ടുമിക്ക ഫാമിലികളിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയി തോന്നുന്നത് കൊണ്ടാണ് കമന്റുകൾ, ഒട്ടുമിക്ക കമന്റും വന്നത് അങ്ങനെ തന്നെയായിരുന്നു. എന്റെ അമ്മക്ക് ഉണ്ടായ അനുഭവമായിരുന്നു പറയുമ്പോ നമുക്കും വിഷമ, കമന്റ് വായിക്കുമ്പോ നമുക്കും വിഷമാവും. കുറെ ആൾക്കാർ അനുഭവമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അമ്മമാരെയൊക്കെ ഇപ്പം നിങ്ങളുടെ അമ്മമാര് ചിലപ്പോ ലൈക്ക് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നുള്ള ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന അമ്മമാരായിരിക്കും. അവരെങ്ങനെ നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഡയലോഗൊക്കെ പറയിപ്പിച്ച് ദേഷ്യമാണെങ്കിൽ ദേഷ്യം, തമാശയാണെങ്കിൽ തമാശ, പോരാണെങ്കിൽ പോര് അല്ലേ? കഷ്ടപ്പെടുന്നുണ്ട് അവര്. സത്യം പറഞ്ഞ അതാണ്, പാവങ്ങളാണ്. അതിപ്പോ അമ്മമാരായാലും അച്ഛന്മാരായാലും ഞങ്ങളുടെ ഫാമിലി എല്ലാവരായാലും പെങ്ങളെ അളിയൻ ഇവളുടെ ചേച്ചി എല്ലാവരും നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നവരാണ്. അത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നമ്മളറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും നമ്മളോടൊപ്പം അവർ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു അവന്റെ അമ്മ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ സല്ലമ്മ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം തെറ്റിച്ചാൽ അവർ അതിനോട് നിൽക്കും. എത്ര വട്ടം തെറ്റിച്ചാലും റെഡി ആവും. നമുക്കൊരു ദിവസം എന്തായാലും കണ്ണൂർക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു, മീനാക്ഷി വരിക അല്ലെ, കൂടെ ക്യാമറയും ചാടട്ടെ. അതെ, ഞാനാണെങ്കിൽ അപ്പൊ ഇവിടെ നിങ്ങളെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ ചോദിച്ചു അതെ ഇവരുടെ അമ്മമാര് വരുമോ, പിന്നെ അമ്മമാരുണ്ടോ, ഞാൻ വിളിച്ചു നോക്കട്ടെ. അവർ രണ്ടുപേരും ഉള്ളത്. അയ്യോ ഇന്റർവ്യൂ ചെയ്യേണ്ടത് അവർ രണ്ടുപേരും. സത്യം അവര് വേണം, അവരെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. അവരും കൂടി ഉണ്ടെങ്കിൽ കോമഡി ആയിരിക്കും. രണ്ടാളൊന്നും വിചാരിക്കുന്നവരെയൊന്നും അല്ല കേട്ടോ, രണ്ടാളും കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ആണ്, എനിക്ക് എന്തായാലും ഒരു ദിവസം ആന്റി ഞാൻ വരുന്നുണ്ട്, 2 ആന്റിമാരും ഒരു ദിവസം എന്തായാലും റെഡി ആയിരുന്നു. അപ്പം എത്ര റീടേക്ക് ആണെങ്കിലും ഒക്കെ ഓക്കെ ആണ്. ഒരു 10-15 വട്ടം ചിലപ്പോ ഈ സീനുകളൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ലിക്കായ ഒരു സംഭവമാണ് നമ്മുടെ ചട്ടിയും കലം ഇവർ പൊട്ടിക്കുന്നത്. എന്റെ അമ്മ ഇവളും കൂടി ഒരു ചട്ടിയും കലത്തിന് അടിയായിട്ട് കലവും ചട്ടിയിട്ട് ആ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്ന സംഭവം, അതെല്ലാരും പറയുന്ന ഒരു സാധനം. അതിനകത്തൊക്കെ ദൂരല്ലേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവർ നിൽക്കും കൂടെ. അവർക്ക് തന്നെ കൊറേ എടുക്കുമ്പോ അമ്മമാർക്ക് തന്നെ വിഷമാവും. അയ്യോ ഇത് കൊറേ അവർക്ക് വിഷമാവേ ശരിയാവുന്നില്ലല്ലോ, എന്റെ മോൻ ക്യാമറ ഇങ്ങനെ പറഞ്ഞു കഷ്ടപ്പെടുകയാണല്ലോന്ന് അവര് എന്നെ ചിന്തിക്കുക, അല്ലാണ്ട് ഞാൻ മറിച്ച് ചിന്തിക്കുക അയ്യോ ഇവര് പാവം കുറെ എടുക്കണം, പക്ഷെ അവരെ എന്നെ ചിന്തിക്കുക. അങ്ങനെയാണ് പാവങ്ങള്. ചേട്ടാ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കും നിങ്ങൾക്ക്? ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ട്. നമ്മളൊരു 2 ദിവസം കൊണ്ടാണ് ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യുന്നത്. 2 ഡേയ്സ് നമ്മൾ ഫുൾ. അതായത് ഇപ്പൊ രാവിലെ ഞാൻ ഇവളെ വിളിച്ച് വിളിവിട്ട് നീ തുടങ്ങാ പണിയൊക്കെ രാവിലത്തെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് തുടങ്ങാടി എന്ന് പറഞ്ഞാൽ ഞാൻ പുറകെ 11-12 മണിയാകുമ്പോൾ തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു 2 ഡേയ്സ് എടുക്കും. ആ ഒരു ഒരു ദിവസം കൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ അമ്മമാരും ഒക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉള്ള കുറച്ച് വലിയ ഞങ്ങള് മാത്രമല്ലാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെല്ലാം എനിക്ക് ചീത്ത പറയണത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേഗം തീർക്കും. ഞാൻ വേഗം 2 ചീത്തെല്ലാം പറഞ്ഞ് എല്ലാരും കമന്റ് വരും, സൈഷേട്ടൻ നികേച്ചിന് ചീത്ത പറയുന്നത് നല്ല ജീവിക്കുന്ന എങ്ങനെ ചേട്ടാ ദേഷ്യക്കാരാണ് ചേച്ചി? ദേഷ്യം അധികം ദേഷ്യമില്ല, എന്നാലും ചില നേരം ദേഷ്യപ്പെടും. നിങ്ങൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോ ആർക്കാണ് ദേഷ്യം കൂടുതൽ? ഞാൻ വേഗം അവളെ ഇങ്ങോട്ട് ചൂണ്ടണ ഞാൻ തന്നെ എനിക്കും ചില നേരം ദേഷ്യം പിടിക്കും കേട്ടാ. മക്കളെന്ന് ചില നേരം പറയുന്നേക്കാം. എനിക്ക് നമ്മളൊരു മൂഡ് ചേഞ്ച് ഉണ്ടാവില്ല, അപ്പൊ എനിക്ക് എന്താ ചില നേരം എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ട്. അപ്പൊ എനിക്ക് തന്നെ തോന്നും അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നും. ചില നേരം ഞാനും ദേഷ്യപ്പെടും, ചില നേരം ദേഷ്യപ്പെട്ടാലും നമ്മൾ തമ്മിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും ഞങ്ങളൊരു ചിലപ്പോ ഒരു രാവിലെ ദേഷ്യപ്പെട്ട വൈകുന്നേരം ആകുമ്പോൾ തീരും, സോൾവ് ആകാം. ആരെങ്കിലും ഒരാൾ വന്ന് മിണ്ടും. ഞാനാണ് മിണ്ടല്ലോ. നീ എന്താ നീ ഇങ്ങനെ പറയുന്നത്? അന്ന് നീ അത് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞല്ലേ ഞാനിപ്പോ എത്ര പ്രാവശ്യം മിണ്ടിന്ന്. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞില്ല എന്നോട് ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടലുണ്ട് നല്ലോണം അങ്ങോട്ട്. അത് ഞങ്ങളൊരു സ്കിറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ ശരിയാ. ഇവര് തല്ലുള്ളൂ ഞാനിങ്ങനെ അത് ഈ തല്ലു പിടിച്ചിട്ട് വന്ന് മിണ്ടുന്നതിന്റെ ഞങ്ങളൊരു സ്കിറ്റ് തന്നെ. ഞാനൊരു ദിവസം ഞങ്ങൾ 2 തല്ലുപിടിച്ച്, അത് ഞങ്ങൾ റിയൽ ആയിരുന്നു, ഞങ്ങൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ 2 തല്ലുപിടിച്ചിട്ട് ഒപ്പം വന്ന് എന്നോട് മിണ്ടിയില്ല, എന്നിട്ട് ഞാൻ തന്നെ എപ്പോഴും ഞാൻ വന്ന് മിണ്ടുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എന്നിട്ട് എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി വണ്ടിയിൽ പോകുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു
എപ്പോഴെങ്കിലും ഒരു ദിവസം ഓപ്പ എന്നോട് വന്ന് മിണ്ടലുണ്ടായി. ഇത് ആ സ്കിറ്റിൽ പറഞ്ഞ അതേ ഫീലിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി. ഓപ്പ വന്ന് എന്നോട് മിണ്ടുവെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഓപ്പ എന്നോട് പറഞ്ഞു നമുക്കത് സ്കിറ്റ് എടുക്കാട്ടാ, നല്ല സ്റ്റോറിയാണ്. അത് വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് സ്കിറ്റ് എടുത്ത് അത് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. അല്ലട്ടാ പോയി മിണ്ടാനായിട്ട് വേറെ വഴക്ക് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി. എനിക്കൊന്നും സോൾവ് ആക്കാൻ വേണ്ടിട്ട് ഇല്ല, അങ്ങനെയില്ല. എന്നാലും എല്ലായിടത്തും ഉള്ള പോലുള്ള നോർമലി ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ കണ്ടില്ലേ, ഇവിടെ നേരത്തെ ഇറങ്ങാത്തതിന് അങ്ങനെയൊക്കെയാണ്. വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ലൈഫിൽ എന്റെ ലൈഫിൽ അവരോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടേക്കണത് സമയത്തിന് ഇറങ്ങാത്തതിന് മാത്രമാണ്. എനിക്കുണ്ടാ പ്രശ്നം ലേറ്റ് ആയി കമ്മിങ് മാനിയ. എവിടെ പോയാലും ലേറ്റ് ഇത് ചെറിയ മാനിയ. എന്നിട്ടോ നമ്മള് എന്നെ തല്ലു പിടിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്നെ തല്ലു പിടിച്ച് നേരത്തെ ഇറങ്ങി 2 മണിക്ക് പോകാനാണെങ്കിൽ ഞാനൊരു 2 മണിയാകുമ്പോൾ മാറ്റാൻ കയറിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇറങ്ങി വരുമ്പോ 2:30 ആവും. അപ്പൊ അതിനോട്ട് വഴക്ക് പറയലായിരിക്കും. അവിടെ പോയി കഴിയുമ്പോഴോ ആരും ഉണ്ടാവൂല. നമ്മളായിരിക്കും പശ്ചാത്തലം. ഞാൻ പറയും മര്യാദക്ക് ഞാൻ പറഞ്ഞില്ല സമയമില്ലേ. അതെന്തോ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. അത് മാനിയ ഈ പറഞ്ഞ ഈ സമയത്തിന് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ മനസ്സിങ്ങനെ ഇല്ലേ ചഞ്ചലപ്പെടും. ഒരു പ്രകമ്പനം കൊണ്ട് ഇങ്ങനെ അലതല്ലെന്നൊക്കെ പറയില്ല നമ്മൾ. അതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ 4 മണി ഇറങ്ങിയിട്ടില്ല ആ സാധനമായിരിക്കും എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ നേരത്തെ നീ വരുന്ന ആ സാധനം 4 മണിക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും 4:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്.